ഹലോ ഗൈസ്, വെൽക്കം ടു സൈറാസ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലക്ഷദ്വീപുകാരുടെ തനതായ ഒരു ഫുഡാണ്. ലക്ഷദ്വീപ് ട്രഡീഷണൽ സീ ഫുഡ്. ഇതിൻ്റെ പേര് ഉരുക്കി എന്നാണ്. പണ്ട് കാലത്തുള്ള ആൾക്കാരൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളതും എന്നാൽ ഇപ്പോഴുള്ള തലമുറയും കൂടി ഇത് കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. നമ്മുടെ വീടുകളിൽ അധികം ചൂര കിട്ടുന്ന അവസരത്തിൽ നമ്മളിതുണ്ടാക്കി കഴിക്കാറുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കൂടുതൽ സമയം ഇതിന് ആവശ്യമില്ല. ശരിക്കും ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ട്യൂണയാണ്. ഏത് മീൻ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 കപ്പോളം വെള്ളമെങ്കിലും ഇതിന് ഒഴിക്കണം. കാരണം ഇതിലേക്ക് നമ്മൾ അരിയിടും. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച ശേഷം പിന്നെ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം ഞാനതിൻ്റെ തിള വരുന്നതായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. തിള വന്ന ശേഷം പിന്നെ ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് ഇതിലേക്ക് ഇടാനുള്ളത് കറിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പച്ചമുളക്, ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 3 എണ്ണം. അപ്പം 3 പച്ചമുളക് ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് കൂട്ടി കൊടുക്കാം. പച്ചമുളകിൻ്റെ ഈ എരിവ് കൂടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇടുന്നില്ല, ചിലരിടുന്നുണ്ട്, ഓപ്ഷനിലാണ്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി നുറുക്കി അരിഞ്ഞത് അതും ഓപ്ഷനിലാണ്, എല്ലാവരും ചേർക്കുന്നില്ല. ഇത് ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റേഷൻ അരിയാണ്. അതിടാൻ സമയമായിട്ടില്ല, കുറച്ചുകൂടി ഇത് വെന്ത് കിട്ടട്ടെ. ശരിക്കും ഒരു പോഷകങ്ങളുടെ ഉറവിടമാണ് നമ്മുടെ ഈ ട്യൂണ. ഇതിൽ ധാരാളം വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പേശികളുടെയും തലച്ചോറിൻ്റെയും വളർച്ചയ്ക്ക് ഇത് ശരിക്കും ആവശ്യമാണ്. അതുപോലെ തന്നെ ഇതിൽ മെർക്കുറിയും കൂടി ഉണ്ടെന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കൂടുതൽ കഴിക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല. കാരണം കൂടുതലും കഴിക്കുന്നത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള അവസരത്തിൽ കൂടുതൽ നല്ലതല്ല. അപ്പോൾ ഏകദേശം പകുതിയോളം നമ്മുടെ മീൻ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച റേഷൻ അരിയാണ് ഈ എടുത്തിട്ടുള്ളത്. ഏത് റൈസ് വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ബിരിയാണി റൈസ്, പിന്നെ ടൈഗർ റൈസ്, ഏതൊക്കെ റൈസ് വേണമെങ്കിലും നമുക്കിതിന് ഉണ്ടാക്കിയെടുക്കാം. കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്നത് റേഷൻ അരി വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരട്ടെ. അരി മുഴുവനായിട്ട് വെന്ത് കിട്ടണമെന്നില്ല, നമ്മുടെ ചോറ് രൂപത്തിൽ മുഴുവനായിട്ട് വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1/4 വേവ് ഇതിന് മതിയാവും. നമുക്കിങ്ങനെ ചെറുതായിട്ട് അരിയുടെ ഇങ്ങനെ ചവക്കുമ്പോൾ ചെറുതായിട്ടൊരു അരി ഉണ്ടാവണം. അപ്പോൾ അത്രയ്ക്ക് വെന്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട്, വറ്റി വരണം. പണ്ടത്തെ തലമുറയിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു ലക്ഷദ്വീപിൽ. അന്നത്തെ ജനങ്ങൾ ആശ്രയിച്ചിരുന്നത് ഇത്തരം ഭക്ഷണങ്ങളെ ആയിരുന്നു. ശരിക്കും ഇതിൽ നമ്മൾ വേറൊന്നും ഇപ്പോൾ എണ്ണയോ മറ്റൊന്നും ചേർക്കുന്നില്ല. എല്ലാം നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. നന്നായിട്ട് വെള്ളം വറ്റി വരേണ്ട ശേഷം പിന്നെ ഇതിലേക്ക് തേങ്ങ ചിരവിയതിട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകിയതിട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ സ്ഥലങ്ങളും ഈ തേങ്ങ ചിരവിയെത്തണം. എന്നിട്ട് ഒരു 5 മിനിറ്റോളം നമ്മളിത് അടുപ്പിൽ വിടും, നന്നായിട്ടൊന്ന് വറ്റിക്കിട്ടാനായിട്ട്. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്, നമുക്കിത് സർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുക്കുന്നുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഭക്ഷണം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ, മീൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ്. കുട്ടികൾ ഇഷ്ടത്തോടു കൂടി തന്നെ ഇത് കഴിക്കുന്നുണ്ട്.
ചോറ് കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇത് കഴിക്കാം. ശരിക്കും ഒരു നേരത്തെ ഫുഡായിട്ട് തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. കൂടുതലും ഞങ്ങളിവിടെ ഇങ്ങനെ സൈഡായിട്ടോ അല്ലെങ്കിൽ ഫ്രീ ടൈമിലോ ഒക്കെ എന്തെങ്കിലും തിന്നണമെന്ന് തോന്നുമ്പോഴേക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ശരിക്കും ഇത് നല്ലൊരു ഫുഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.